സാമ്പത്തിക പ്രതിസന്ധി കേന്ദ്രത്തിനെതിരെ കേരളത്തിലെ എല്ലാ കക്ഷികളും ഒരുമിച്ച് നിൽക്കണം, സർക്കാരിനൊപ്പം ലീഗ് ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. പക്ഷെ കോൺഗ്രസ് പലപ്പോഴും സംസ്ഥാനത്തെ കുറ്റം പറയുകയാണ്. ലീഗിന്റെ ഈ ഒരു പ്രതികരണത്തെ എങ്ങനെയാണ്? ഞാനതിൽ അഭിപ്രായം പറയാം. ഉടനെ ലീഗിങ് വന്നാലും നിങ്ങളാരും നിർദ്ദേശിച്ചേക്കുന്നത്. അങ്ങനെ നിർദ്ദേശം ഇല്ലെങ്കിൽ ഞാൻ അഭിപ്രായം പറയും. കാരണം എന്തോ ലീഗിനെയും കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ വല്ലാതെ പാടുപെടുകയാണ് എന്ന് നിങ്ങൾ ധരിക്കാൻ പാടില്ല. അങ്ങനെ ഒരു തുടക്കം കുറിക്കരുത്. അങ്ങനെ അഭിപ്രായം പറഞ്ഞാൽ നല്ല സ്വാഗതാർഹമായ നിലപാടാണ്. ഈ നാടിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നവർക്കെല്ലാം ആ രീതിയിൽ മാത്രമേ പ്രതികരിക്കാനാവൂ. ഇത് ഞങ്ങൾ ഈ കാര്യങ്ങൾ പ്രതിപക്ഷത്തോട് പൊതുവെ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ നാട് നേരിടുന്ന പ്രശ്നങ്ങളാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി നാടിൻ്റെ കയ്യിൽ കിട്ടേണ്ട പണമാണ് കിട്ടാതിരിക്കുന്നത്. ഇത് പെട്ടെന്ന് ഏതെങ്കിലും ഒരു പദ്ധതിയെ ബാധിക്കലോ ഒരു വർഷത്തെ പദ്ധതികളെ ബാധിക്കലോ അല്ല. കേരളത്തിൻ്റെ ഭാവി വികസനത്തെ തടയുന്നതിനാണ് ഇത് വഴിവെക്കുക. അത്തരമൊരു ഘട്ടത്തിൽ നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കണം. അതിൽ ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ തന്നെ കേരളത്തിന് ഒറ്റക്കെട്ടായി നിൽക്കാൻ കഴിയും. ഇതാണ് ഞങ്ങൾ പൊതുവായിട്ട് അഭ്യർത്ഥിക്കുന്നത്. നിങ്ങൾ ഇതുമായി സഹകരിക്കണമെന്ന് ഇന്നലെയൊക്കെ വിവിധ യോഗങ്ങളിൽ ഞാൻ സംസാരിച്ചു കഴിഞ്ഞതാണ്. ഏതായാലും ആ പ്രതികരണം തീർച്ചയായും പ്രതിപക്ഷത്തിന് ആലോചിക്കാൻ വഴിവെക്കുന്നതാണ്. സർക്കാർ അതിൻ്റെ ഭാഗമായി എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് ചെയ്യാനും സർക്കാർ തയ്യാറാണ്. കാരണം ഇവരിങ്ങനെ ഒരു നിലപാടെടുത്തു പോയല്ലോ. ആ എടുത്ത നിലപാടിൽ നിന്ന് മാറുന്നതിന് അവരെ വിളിക്കലോ സംസാരിക്കലോ ചർച്ച ചെയ്യലോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ അതിനും സർക്കാരിന് യാതൊരു മടിയുമില്ല. എല്ലാവരും ഞങ്ങൾ സന്നദ്ധമാണ്. ഏറ്റവും പ്രധാനം യോജിച്ച് നേരിടലാണ്. ആ യോജിച്ച് നേരിടാൻ തയ്യാറാകണമെന്നാണ് അഭ്യർത്ഥിക്കാറുള്ളത്. അത് ഞാൻ ഈ പറഞ്ഞ വികാരത്തിന് നേരെ വിപരീതമായ കാര്യമാണ് പറയുന്നത്. അതായത് അതാണ് അവരിപ്പോൾ സ്വീകരിച്ചു വരുന്ന നിലപാട്. ഇപ്പോൾ സ്വീകരിച്ചു വരുന്ന നിലപാട് നിർഭാഗ്യവശാൽ നാടിനെതിരായിട്ടുള്ള നിലപാടാണ്. ഒരു കേരള വിരുദ്ധ മനസ്സിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. അതല്ല നമുക്ക് ആവശ്യം. നമുക്ക് നമ്മുടെ നാടിനെ പുരോഗതിയിലേക്ക് നയിക്കണം. ഇന്നുള്ളതിൽ നിന്ന് മുന്നോട്ട് പോകണം. ആ കാര്യത്തിൽ നമ്മളെല്ലാവരും നിലപാടെടുത്ത് കേന്ദ്രത്തോട് അവരുടെ സമീപനം തിരുത്തണമെന്ന് ആവശ്യപ്പെടും. ഇതിനാണ് അവർ മുൻതൂക്കം കൊടുക്കുന്നത്. നിർഭാഗ്യവശാൽ പ്രതിപക്ഷ നേതാവ് അത്തരമൊരു സമീപനമല്ല സ്വീകരിക്കുന്നത്. അത് ഈ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തിരുത്തണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. പ്രതിപക്ഷത്തിന് ഉള്ളൊരു പ്രശ്നമാണ്. എനിക്ക് പ്രതിപക്ഷ നേതാവിന് അവിടെ ആരെയും അവമാനിക്കലോ ആരെയും ബഹുമാനിക്കലോ ഒന്നുമില്ല ഉണ്ടായിരുന്നു. കാര്യങ്ങൾ വിശദമായി പറയലാണ്. അത് നാട്ടുകാരോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ കോട്ടയം MP എല്ലാ പരിപാടികളിലും അവിടെ ഉണ്ടായിരുന്നു. ഒരു പ്രശ്നവും അദ്ദേഹവും ഞാനും തമ്മിലില്ല, ഞങ്ങളും അദ്ദേഹവും തമ്മിലുമില്ല. അതായത് ഈ നവകേരള യാത്രയും കോട്ടയം MP-ആയിട്ടൊരു പ്രശ്നമില്ല എന്നത് മനസ്സിലാക്കണം. പിന്നെ ഒന്നും പറയാനില്ലാതിരിക്കുമ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞ് അതിൻ്റെ ഒരു മനോസുഖം അനുഭവിച്ചു പോവുകയാണ്. കെട്ടിച്ചമച്ച് കാര്യങ്ങൾ പറയുക എന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നൊരു കാര്യം. ആർക്കും ഇല്ലാത്തൊരു പരാതി ഉണ്ടെന്ന് വരുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിനാണ് മനോരോഗം എന്ന് പറയുക. അപ്പോൾ എനിക്ക് മനോരോഗം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് പിന്നെ പരിഭവിച്ചിട്ട് കാര്യമില്ല. പ്രത്യേക മാനസിക നില ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ടെന്നുള്ളതാണ് കാണേണ്ടത്.